ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 6 ഓഫ് ഡേ ഇൻ മൈ ലൈഫ് സീരീസാണ്. ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു പോയൊരു ദിവസവും കൂടെയാണ് കേട്ടോ. അപ്പോൾ അവർ തിരിച്ച് ഒരു സ്ഥലങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അമ്മ തന്നെ രാവിലെ തന്നെ അമ്മ ഇപ്പോൾ ഇവിടെ വന്നാൽ ഒരു റീസെറ്റ് നടത്താറുണ്ട് കേട്ടോ എൻ്റെ ഈ മുറിയിൽ. ഇതിപ്പോൾ പണ്ട് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്ന മുറിയായിരുന്നു. ഇപ്പം ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ടാ. ഇപ്പം വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവർ രണ്ടുപേരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. കാരണം ഇവർ ക്വാർട്ടേഴ്സിലായിരുന്നതുകൊണ്ട് തന്നെ രണ്ട് പിള്ളേരെയും വെച്ച് ഒരു കുഞ്ഞു ക്വാർട്ടേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ 1 ബെഡ്റൂമോ അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടാനുണ്ടാവുക. അപ്പം ഉള്ള സ്ഥലത്ത് ജീവിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ രീതിയിൽ എപ്പോഴും ഇവർക്ക് ഈ മിനിമലിസ്റ്റിക് ആയിട്ട് ഇത് ചെയ്ത് സ്പേസ് ഉണ്ടാക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയട്ടെ. ഭയങ്കര അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ഇവർ ചെയ്യുക എപ്പോഴും. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു എന്താ പറയുക, തലേന്നത്തെ ക്ഷീണമൊന്നും തീർന്നിട്ടില്ലാത്തത് കൊണ്ട്, തലേന്നത്തിൽ എൻ്റെ മുന്നത്തെ ക്ഷീണവും തീർന്നില്ല, അതുകൊണ്ട് തന്നെ കറി വെച്ചിരുന്നതൊക്കെ ഇതായിരുന്നു കേട്ടോ. പുളിശ്ശേരി ഉണ്ടായിരുന്നു, ചക്കക്കുരു തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഇവിടെ റബ്ബർ ഉണക്കും കേട്ടോ. അപ്പോൾ റബ്ബർ ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ റബ്ബർ ഉണക്കുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യാനും മരങ്ങളുണ്ട് നമുക്ക്. റബ്ബർ ഇവിടെ ഇങ്ങനെ പുകയടിക്കുന്നിടത്ത് ഉണങ്ങാനിടും കേട്ടോ. അപ്പോൾ ചുമ്മാ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങനൊരു സ്ലോ ഡേ ആയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടികളും ഇല്ലാതെ വീട്ടിലെല്ലാവരും വെറുതെ ഇരുന്ന് സിനിമ കാണണ്ടേ എന്നായിരിക്കുന്നൊരു സൺഡേ ഇല്ലേ, അതുപോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ്, ഞങ്ങളിങ്ങനെ എന്തോ ഒരു വിശേഷമായി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ എല്ലാവരും ഉറക്കമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കഴിക്കാൻ സമയമായില്ലേ, വിശക്കുന്നില്ലേ എന്നൊക്കെ ആയിരുന്നു കേട്ടോ ചോദിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഉറക്കമായിരുന്നു. എല്ലാവരും ഒരു 12 മണിയൊക്കെ എപ്പോഴും അങ്ങനെയല്ല, കുറച്ച് 11 നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും അല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് അവർ ഉറങ്ങാറ്. എന്തോ ഇവരെല്ലാവർക്കും ക്ഷീണം കാരണമായിരിക്കാം നേരത്തെ എല്ലാവരും ഒന്ന് കിടന്നു കേട്ടോ. കാരണം ഈ മുറി വൃത്തിയാക്കാൻ നല്ല സമയം എടുത്തായിരുന്നു. ഇപ്പോൾ എല്ലാവരും തളർന്നായിരുന്നു, അമ്മയും ഒക്കെ തളർന്നായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ടി വിയിൽ പഴയ മറ്റേ നമ്മുടെ സലീം കുമാറിൻ്റെയും ദിലീപിൻ്റെയൊക്കെ പഴയ കോമഡീസില്ലേ, അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് എന്തൊക്കെയോ വർത്തമാനം പറയായിരുന്നു കേട്ടോ. അപ്പോൾ സമ്മർ ഇൻ ബെത്ലഹേം കണ്ടിട്ട് ഞാനിങ്ങനെ പറയായിരുന്നു, എന്നിട്ട് അവരാണ് കേട്ടോ അവരുടെ പൂച്ച അയച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു സമയമായിരുന്നു. അത് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ കൊണ്ട് ആൾ വെളിയിറങ്ങിപ്പോയിട്ട് മാനത്തൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തിന് മഴ വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും നോക്കുന്നതാണോ, ബഹിരാകാശത്തോടെ വല്ല പ്ലെയിനും പോയോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബഹിരാകാശം ഞാൻ അർത്ഥമേ വേറെ ഉണ്ടല്ലേ, സോറി, ആകാശത്തോടെ വല്ല പ്ലെയിൻ പോയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സത്യത്തിൽ എനിക്ക് മലയാളം അങ്ങനെ കറക്റ്റായിട്ട് ചില വാക്കുകളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഹാപ്പി ഹസ്ബൻഡ്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആളാണെങ്കിൽ വെളിയിൽ പോയിട്ട് എന്തോ ഇങ്ങനെ എന്താണ് റംബൂട്ടാൻ്റെ കാര്യം എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പച്ച റംബൂട്ടാനെ നമുക്ക് കിട്ടുന്നുള്ളൂ, വലയിടണമെന്നുണ്ട്, പക്ഷെ ഒരുപാട് പൊങ്ങിപ്പോയിട്ടോ. അത് നമ്മൾ ആക്ച്വലി വെട്ടിക്കൊടുക്കാൻ ഒരു പണി കിട്ടിയിട്ട് വെട്ടിക്കൊടുക്കാഞ്ഞിട്ടാന്ന് തോന്നുന്നു. അടുത്തൊട്ടടുത്ത് ഇങ്ങനെ പൊളിഞ്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് വന്നപ്പോൾ അതിങ്ങനെ നീണ്ട് പറന്ന് മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ വലയിടാൻ പോയിട്ട് ആ കാ പറിക്കാൻ പോലും പറ്റില്ല കേട്ടോ. ഇത് പിന്നെ മുടിയുടെ പിറ്റേ ദിവസത്തെ ഷോയാണ് ഈ കാണുന്നത്. മുടി വെട്ടിക്കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ ചുറ്റി വയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ വാലും തൂങ്ങും പോലെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു ചെറിയ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ദിവസമാണ് കേട്ടോ. അപ്പം അച്ഛനും അമ്മയൊക്കെ പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഇനിയിപ്പം ഇനി വരില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാറുണ്ട്. ഇവനൊക്കെ അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ അച്ഛൻ എറണാകുളത്തായിരുന്നു, അപ്പോൾ ആ സമയത്ത് ആഴ്ച ഒരിക്കലൊക്കെ വരുമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ മാസത്തിലൊരിക്കലായിരിക്കും അങ്ങോട്ട് പോവുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ കാണാത്തതുകൊണ്ട് വെറുതെ ഇവിടെ നോക്കിയപ്പോൾ ഇതായിരുന്നു കേട്ടോ. കഴിച്ച മഴ പെയ്യുന്നുണ്ടോ നോക്കുന്നത്. ഞാൻ തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു. തുണി ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് പോകണം കേട്ടോ. വീടിൽ നിന്ന് ഇത്രയും ദൂരം ഉണ്ട് റോഡിലോട്ട് ഇറങ്ങാൻ. ഉണങ്ങിയോ? മേളി വിരിച്ചിട്ടാ. ഇപ്പോൾ വാവയും കുറേ നേരം കിടന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് ആളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ നേരം ഉറങ്ങും കേട്ടോ.
അപ്പം അങ്ങനെ അവനും കുറേ നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ എണീറ്റ് വന്ന് എന്നെ പുറത്ത് കൊണ്ടുപോകാനുള്ള പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെരുപ്പിട്ടുകൊണ്ട് വെളിയിൽ പോകണം. അപ്പോൾ അവന് വെളിയിറങ്ങാണ്. മഴയാണെങ്കിൽ അവനറിയാം അവൻ്റെ തൊപ്പി ഇടണമെന്ന്, വെയിലാണെങ്കിൽ വേറൊരു തൊപ്പിയുണ്ട്, ആ തൊപ്പി ഇടണമെന്നും, ചെരുപ്പിടാണ്ട് പോകാൻ പാടില്ലെന്നും ഈ കാര്യങ്ങളെല്ലാം അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നെ ചെരുപ്പിടിയിക്കുകയാണ് ഞാൻ വെളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇടയിൽ ഇങ്ങനെയൊന്നും ചോറ് കൊടുക്കാൻ നോക്കുന്നത്, ഇങ്ങനെ കൊണ്ടുവരുന്ന ചോറ് കൊടുക്കുന്നത് വളരെ കുറവാണ്. ഞാൻ മാക്സിമം പണ്ടൊക്കെ ഞാൻ ഹൈച്ചെയറിൽ ഇരുത്തിയായിരുന്നു കേട്ടോ ചോറ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അവനങ്ങനെ ഇരിക്കില്ല, നമ്മളത് ശീലമാക്കിയില്ലെങ്കിൽ ഇരിക്കില്ല. അപ്പോൾ ഞാൻ ഓഫീസിലൊക്കെ പോയ സമയത്ത് ഇവിടെ അമ്മയ്ക്ക് ഇങ്ങനെ ഹൈച്ചെയറിൽ ഇരുത്താനൊന്നും അറിയില്ലാത്തത് കൊണ്ട് അങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ അതങ്ങനെ ശീലം മാറിയിട്ട് അവൻ്റെ. അത് ഞാൻ കുറച്ച് ഞാൻ നോക്കിയപ്പോൾ ചോറൊക്കെ കൊടുത്ത് ഞാൻ നോക്കിയപ്പോൾ കൊണ്ട് ഈ കുത്തിയിരിപ്പാണ് ഇവിടെ ബോൾ കളിയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. ഈ ചെരുപ്പിട്ട് ഞാൻ ഇന്നലെ തട്ടി വീഴാൻ പോയി. എവിടെയാ തട്ടിയേ? അച്ഛനാണോ തട്ടിയേ? ബോളാണോ തട്ടിയേ? പോട്ടെ, സാരമില്ല കേട്ടോ. നീയാണോടാ തട്ടിയേ? എന്താണ് ഇതൊക്കെ കുഞ്ഞു ആക്ഷൻസ് ആണ് കേട്ടോ. പക്ഷെ എവിടെയെങ്കിലും തട്ടുകയാണെങ്കിൽ എവിടെയാണ് തട്ടിയെന്നുള്ളതും ചൂണ്ടിക്കാണിക്കും, അവൻ്റെ ദേഹത്ത് എവിടെയാണ് തട്ടിയെന്നുള്ളതും ചൂണ്ടിക്കാണിക്കും കേട്ടോ. അപ്പോൾ അത് ബോൾ എന്തോ തട്ടിയെന്ന് തോന്നുന്നു. പിന്നെ വലിയ വെയിറ്റുള്ള ബോളൊന്നുമല്ല, മറ്റേ പഞ്ഞി ബോൾ പോലത്തെ ബോളാണ്. പക്ഷെ അവന് ഇപ്പം നൊന്നിട്ടും ചെറിയ ഇത് മതി കേട്ടോ. ആളിങ്ങനെ ഇതിനെടുത്തു എന്ന് പറയും. അപ്പം ഞങ്ങളിവിടെ എല്ലാം കൂടെ താഴെ കുത്തിയിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റംബൂട്ടാൻ പറിക്കാൻ കയറിയിട്ടാ. അപ്പം ഇത് പറിക്കാൻ ഏണി വെച്ച് ആണ് കയറിയത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പുറത്ത് പുളിഞ്ചി ഉണ്ട്. അപ്പോൾ ഈ പുളിഞ്ചി കാരണം ഈ റംബൂട്ടാൻ മര്യാദയ്ക്ക് വളർന്നങ്ങോട്ട് പന്തലിക്കുന്നില്ല. ബാക്കിയുള്ളിടത്തൊക്കെ ഇവിടെ ഒരുപാട് വീടുകളിൽ ഇഷ്ടംപോലെ റംബൂട്ടാനുണ്ട് കേട്ടോ. പക്ഷേ എന്തോ ഇത് ശരിയായി അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇവനും കുറേ നേരം റംബൂട്ടാൻ കഴിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനും ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ. അപ്പോൾ റംബൂട്ടാൻ്റെ പറിക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഈ തുണി ഉണങ്ങാൻ നോക്കി വിരിച്ചാൽ നോക്കിയിട്ട് അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തിരിച്ചു വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി തുണി ഞാൻ എടുക്കാൻ പോയിട്ട്, ഞാൻ അങ്ങനെ ഇവിടെ വലിഞ്ഞു കയറി തുണി എടുക്കാൻ വരാറില്ല. കൂടുതലും അച്ഛനല്ലെങ്കിൽ ഞങ്ങൾ അച്ചായി എന്നാണ് കേട്ടോ വിളിക്കുക. അപ്പോൾ അച്ചായി അല്ലെങ്കിൽ ആളായിരിക്കും വന്ന് എടുക്കുക. ഇതിപ്പോൾ ഞാൻ പിന്നെ ആൾ 1-2 പ്രാവശ്യം കയറി ഇറങ്ങിയതല്ലേ ഓർത്തിട്ട് ഞാൻ വന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും പതുക്കെ മുകളിൽ കയറി വന്നു. അച്ഛനും വാവയും ചേച്ചി എല്ലാവരും വന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ചായയുടെ ടൈമായിരുന്നു. അപ്പം കുറച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കേണ്ട സമയമായിരുന്നു അത്. കാരണം അവർക്ക് പോകാൻ നേരമായിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയാകുമ്പോൾ പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം എന്തെങ്കിലും ഇരിക്കാൻ നോക്കി, പിന്നെ ഒരു പോപ്കോൺ ആക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. അങ്ങനെ അവർ പോകാൻ ടൈമായി. നേരത്തെ കയറി ഇറങ്ങി എന്തൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് മേടിച്ച സമയത്ത് അമ്മയും കുറച്ച് നല്ല നൈറ്റി. ഇവിടെ പൊതുവേ പല സാധനങ്ങൾക്ക് വില കുറവും പല സാധനങ്ങൾക്ക് വില കൂടുതലുമാണ് കേട്ടോ കമ്പയർ ടു ട്രിവാൻഡ്രം. അപ്പോൾ ഡ്രസ്സിനൊക്കെ ശരിക്കും ഇവിടെ വില കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നൈറ്റ് ഡ്രസ്സ് പറഞ്ഞാൽ നൈറ്റി അങ്ങനത്തെ കുറച്ച് തുണികൾ മേടിച്ചുകൊണ്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ എല്ലാ അളവിലും നൈറ്റി പറ്റില്ല, പൊക്കം ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് നീളത്തിന് വേണമെന്നുള്ളതുകൊണ്ട് എല്ലാ ഇതിലും പറ്റാറില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുറച്ച് ഉടുപ്പുകൾ എടുത്തുകൊണ്ട് പോയായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്നതിൽ ഇപ്പോൾ വലിയ വഴക്കുണ്ടാക്കിയില്ല. ബിക്കോസ് അല്ലെങ്കിൽ ചാറ്റ് കൊടുക്കണം കേട്ടോ. അവർ തിരുവനന്തപുരത്ത് പോകും കേട്ടോ. കൊടുക്കും
എൻ്റെയൊക്കെ അമ്മയൊക്കെ പണ്ടിങ്ങനെ പറയുമായിരുന്നു. പണ്ടെന്ന് ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു. അതായത് ഇങ്ങനെ ആൾക്ക് ജോലി കിട്ടിയതിന് ശേഷം ഇങ്ങനെ പറയുമായിരുന്നു, എനിക്കിങ്ങനെ ഇന്നടത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്നടത്തൊക്കെ ഇന്നത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പം സത്യത്തിൽ ഞാൻ അപ്പോഴും മുതലേ, അതായത് ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ ഞാൻ പറയുമായിരുന്നു, അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്തുകൂടെ, അമ്മ ആരുടെ ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്തുകൂടെ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വലുതാവും, അത് കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങളായിട്ട് നമ്മൾ പോകും, അത് കഴിയുമ്പോൾ അമ്മ ഉണ്ടാവുള്ളൂ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും അമ്മയുടെ കാര്യങ്ങൾ ആസ്വദിക്കാനും ഒക്കെ. എന്തിനാണ് അമ്മ ബാക്കിയുള്ളവരുടെ ഇത് ചെയ്യണേ നോക്കി നിൽക്കണത് എന്ന് ഞാൻ പണ്ട് പോലെ പറയുമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു, പക്ഷെ ഇപ്പോഴാണ്, എന്നിട്ടും എനിക്ക് തോന്നുന്നു ഇവരൊരു ഇത് ഒരു കണക്ഷൻ അത് വിട്ടു പോകാണ്ടിരിക്കാനോ എന്തുകൊണ്ടും അവർക്കത് പറ്റില്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനും പോകാനും ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാനും ഒക്കെ തുടങ്ങിയത്. ഇവിടുത്തെ ഞാൻ ഈ സെയിം കാര്യം പറയുന്നുണ്ട്. ചിലപ്പോൾ ഇവർ രണ്ടിനും കൂടി ഇരുന്ന് പരസ്പരം വർത്തമാനം പറയണേക്ക് എന്ന് റിട്ടയറായിട്ട് ഇവർ ഇവിടെ ഗേൾസ് ട്രിപ്പ് പോകുമെന്നൊക്കെ കേട്ടോ. ഞാൻ പറയും, നിങ്ങൾ പോകണം, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് ഒരു ലൈഫേ ഉള്ളൂ, അത് നിങ്ങൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുക. അല്ലാണ്ട് മറ്റുള്ളവരെന്ത് ചിന്തിക്കും, കെട്ടിയവനെന്ത് പറയും, അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ഇങ്ങനെ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ രണ്ടമ്മമാരടുത്തും പറയാറുണ്ട് കേട്ടോ. ഞാൻ പല കാര്യങ്ങളിലും ആ ഡിസിഷൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാലങ്ങളിൽ എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകാറുണ്ട്, ആളെ കൊണ്ടും പോകാറുണ്ട്, കൊണ്ടുപോകാതെ പോകാറുണ്ട്. പിന്നെ ഒരുപാട് ഡിസ്റ്റൻസിൽ ഞാൻ അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഗേൾസ് ഔട്ടിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എനിക്ക് പോകാൻ എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോയി. ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് കേട്ടോ, നമുക്ക് പോകാൻ പൊളിക്കാം. അങ്ങനെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ എന്താ പറയുക, നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അല്ലേ. അതിങ്ങനെ കണ്ടവരെന്ത് വിചാരിക്കും, അവരെന്ത് ചെയ്യും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ജീവിച്ച് തീർക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെന്ത് വിചാരിക്കും, നമുക്കെങ്ങനെ ഇരിക്കും, നമുക്കിങ്ങനെ ഇരുന്നാൽ നല്ലതായിരിക്കുമോ, എന്തുകൊണ്ട് നമുക്ക് ആയിട്ട് ചിന്തിച്ചുകൂടാ, എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ മാത്രം എപ്പോഴും ചിന്തിക്കുന്നു. അവരവരെ കാര്യം നോക്കി പോവുകയും ചെയ്യും. നമ്മൾ അവസാനം നിങ്ങളൊന്നും നിൻ്റെ അടുത്ത് ഞാൻ പണ്ട് പറഞ്ഞതല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇതും അങ്ങനെ ഞാൻ കുറച്ച് മോട്ടിവേഷനൊക്കെ ഒഴിവാക്കിയിട്ട് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ചിക്കൻ മേടിക്കാൻ പോയതാണ്. പെട്ടെന്ന് ചിക്കൻ എന്ത് തിന്നാലും എത്ര തിന്നാലും മതിയാവില്ല, പല രീതിയിലുള്ള വെറൈറ്റിയിലും ട്രൈ ചെയ്യണമുണ്ട്, പല ഡിഷായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് മടിയല്ല, എനിക്ക് എല്ലാം കൂടെ ഉണ്ടാക്കി എൻ്റെ ആ ഇത് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിക്കൻ മേടിക്കുന്നതൊക്കെ കൊള്ളാം, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഗ്രീനറി ഒക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് സൂര്യൻ നല്ല ഭംഗിയായിരുന്നു, പക്ഷേ എൻ്റെ ക്യാമറയിലൊരു വൃത്തിയില്ലാതെയാണ് ഇത് കിട്ടിയത്. പിന്നെ അതിന് ശേഷം ഓവനിൽ ഗ്രില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓവൻ്റെ എന്ത് ചെയ്തിട്ട് ഓവൻ്റെ പവർ പ്ലഗ് റെഡി ആവുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ ശരിക്കും ഇങ്ങനെ വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് അങ്ങോട്ട് ഞങ്ങളിത് വെച്ചത്, കാരണം പവർ പ്ലഗ് എവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓവൻ സാധാരണ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ മണ്ടയിലാണ് ചിലപ്പോൾ ഇരിക്കരുത്. ഞങ്ങൾക്കൊരു സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ പവർ പ്ലഗ് ഇല്ല, ഭയങ്കര ബുദ്ധിയല്ലേ. ഞാനില്ലായിരുന്ന സമയത്ത് എന്തോ വെച്ച് തട്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോയി, പക്ഷേ ഞാനില്ലാത്ത സമയത്ത് വെച്ചുള്ള തട്ടായിരുന്നു അത്. അതുകൊണ്ട് അവിടെ പവർ പ്ലഗ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ തോന്നില്ല, ഗ്രില്ല് വെച്ചിട്ട് പിന്നെ മൈക്രോവേവ് ഗ്രിൽ കോംബോ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും ഒരു മണിക്കൂറോളം ഓവനകത്തിരുന്നിട്ടും അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. അതേസമയം ഞാൻ പാനിലും കൂടെ സൈഡിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് തന്നെ ആയി. അതൊരു 20 മിനിറ്റിനകത്തായി. ഇത് പക്ഷേ ഒരുപാട് സമയമെടുത്തു, ഇത് വിചാരിച്ചതിനേക്കാളൊക്കെ സമയം എടുത്തായിരുന്നു കേട്ടോ. അപ്പം ഭാവ അത് ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നത് നോക്കുന്നുണ്ടായിരുന്നു, ഇതായോ. എനിക്ക് ഓവൻ്റെ കാര്യങ്ങൾ അത്ര അറിയില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ പണ്ടെനിക്ക് കേക്ക് ഉണ്ടാക്കിയിരുന്നപ്പോഴും 3-ാമത്തെ പ്രാവശ്യം ശരിയായുള്ളൂ, ആദ്യത്തെ പ്രാവശ്യമൊക്കെ കരിഞ്ഞൊക്കെ പോയായിരുന്നു. പിന്നെ ഇതാണെങ്കിലും ഓവൻ അങ്ങനെ യൂസ് നേരെ യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. വിചാരിച്ചതുപോലെ ചിക്കൻ വേവാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ പാനിലൊക്കെ എടുത്തിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഞാൻ വാവയ്ക്ക് പാനിൽ കുക്ക് ചെയ്ത ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ചിട്ട് ചോറ് വരെയും കൊടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ
എൻ്റെ ഇടയിൽ അവനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ കറങ്ങുന്നുണ്ട്, വേവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേവുന്നുണ്ട്, എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി പെട്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. കാരണം ഇവർ ഈ റിപ്പയറിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിരുന്നു, ഒരു 8:30 ആയിരുന്നു. വിശപ്പിൻ്റെ വിളി കുറച്ച് കൂവി കൂവി വരുന്നുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ പകുതി പിന്നെ എടുത്ത് പാനി വെച്ചു കേട്ടോ. അപ്പോൾ ഓവനിൽ വെച്ചതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എനിക്ക് എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ തോന്നിയത്. കാരണം പാനിൽ തിരിച്ചെടുത്തിട്ട് പിന്നെയും വറുത്തിട്ടാണല്ലോ ഇതെടുത്തത്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരുപാട് മാറ്റം തോന്നിയില്ല. അത് കഴിഞ്ഞ് വറുത്ത എണ്ണയിൽ തന്നെ ഞാൻ ഇത് കരിവേപ്പിലയും ഒക്കെ ഇട്ട് മുളകൊക്കെ ഇട്ടിട്ട് എടുത്തായിരുന്നു. പിന്നെ കുക്കുംബർ ഉണ്ടായിരുന്നു കേട്ടോ. കുക്കുംബർ ഉള്ളി എടുത്തു. ചപ്പാത്തി ആയിരുന്നു കൂടെ കഴിക്കാനുണ്ടായിരുന്നേ. അതെല്ലാം കഴിച്ച് വയറൊക്കെ നിറച്ച് കയറി കിടന്ന് ഉറങ്ങിയിട്ടു. അപ്പോൾ ബൈ ബൈ. സീ യു വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു, ബൈ ബൈ.